വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചിക്കു കുട്ട്വേഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് പ്ലാവിന്ന് ചക്കയിട്ട് അത് വേവിക്കുന്ന വീഡിയോ ആട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ പ്ലാവാണ്. നമുക്ക് 2 പ്ലാവുണ്ട്. അപ്പം വലിയ റിസ്ക്കൊന്നുമില്ല ചക്കയുടെ. ഒരെണ്ണത്തിനകത്തേ ഉള്ളൂ, മുകളിലൊക്കെ താഴെ നിന്ന് തന്നെ ഇടാൻ പറ്റുന്ന രീതിക്കാണ് ഉണ്ടായിരിക്കുന്നില്ല. താഴെ നിന്ന് ഇടാം. അപ്പോൾ രാവിലെ ചക്ക തിന്നാനൊരു കൊതി. ചക്ക തിന്നാൻ ആഗ്രഹം. അപ്പോൾ ഇന്ന് രാവിലെ ചക്ക വേവിക്കട്ടെ എന്ന് തീരുമാനം. രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ എൻ്റെ കയ്യിലൊരു കത്തി എടുത്ത് തന്നിട്ട് ചക്ക ഇടാൻ. വലിയ റിസ്ക്കൊന്നും ഇല്ല. നമ്മൾ നിലത്ത് തന്നെ താഴെ തന്നെ നിന്നുകൊണ്ട് ചക്ക ഇടാതെ ചക്കയ്ക്ക് ഒരു കുത്തു കൊടുത്തു. ആ ചക്കയാണൊക്കെ ചക്കയ്ക്ക് മറ്റേ ഒന്നാമത്തെ ചക്കയ്ക്ക് ചെറിയ കേട് പോലെ. അപ്പോൾ നമ്മൾ ചക്ക വേവിക്കാം തീരുമാനിച്ചു. അപ്പോൾ ചക്ക ഇട്ടു. ഈ ചക്കയ്ക്കും ചെറിയൊരു കേടുണ്ട്. തിങ്ങി 3 ചക്ക ഒന്നിച്ച് തിങ്ങി നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നത് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ചക്ക മുറിച്ച് ബാക്കിയുള്ള ചക്ക മുറിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒറ്റ കൂത്ത് കുത്താൻ പറഞ്ഞു. വീട്ടിൽ അയയുണ്ട്, അത് കാരണം അയ ഉണ്ടാവുകൊണ്ട് എനിക്കൊരു പേടി. അതിനെങ്ങനെ തടയുമെന്ന് കുത്തി അതിനകത്ത് പെട്ടുപോയി. ഇനി അത് ചെറിയൊരു മൂപ്പ് കമ്മി ഉണ്ടായിരുന്നു. ഇനി അത് മുറിച്ചെടുക്കണം. ഇനി കത്തി കൊണ്ട് മുറിച്ചു. പക്ഷെ ആ തൊട്ടപ്പുറത്തേക്കുന്ന വെട്ടത്തി ഉണ്ടോ, അത് അങ്ങനെ ഇരിക്കുകയുള്ളൂ. ഞാനത് നേരെ വെക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെ നിലത്ത് വെച്ചാലും വീണ്ടും അത് അങ്ങനെ തന്നെ മുകളിലോട്ടായിട്ട് അതിൻ്റെ വായായിട്ടിരിക്കും. ചെറിയ ചുണ്ടുള്ള കത്തിന് വെയിറ്റ് കുറവും പുല്ലൊക്കെ വിട്ടുള്ള പീസ്. അങ്ങനെ ചക്ക മുറിച്ചു. പക്ഷെ ചക്കയ്ക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്, മൂപ്പ് കുറവുണ്ട്. അതെ, അതിന്ന് ആദ്യമായിട്ട് ഇടുകയാണ് ചക്ക ആദ്യമായിട്ട് പ്ലാവിന്ന് ആദ്യമായിട്ട് ഇടുന്നതുകൊണ്ട് നമുക്ക് അറിയത്തുമില്ല അത് മൂത്ത എന്തോ. പെട്ട് നോക്കി അപ്പം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചൊഴിഞ്ഞ് നോക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങനെ നോക്കിയൊന്നുമില്ല. ഏതായാലും ചക്ക വേവിക്കുക എന്നുള്ള തീരുമാനം എടുത്തു. അതുകൊണ്ട് അവളങ്ങ് ഇട്ടു. എന്തായാലും ഇന്ന് ചക്ക എന്ന് വിചാരിച്ചു. ചക്കക്കറി എന്നിട്ട് പാളയൊക്കെ മുറിച്ച് അതിനകത്ത് വെച്ച് പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ റെഡിയാക്കുകയാണ്. തോട് വേഗം മുറ്റത്തിൽ നിന്ന് പിന്നെ അതങ്ങ് വെട്ടി മുറിച്ച് കയറ്റാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറ്റി. അതിൻ്റെ മടൽ മാത്രം കളഞ്ഞ് വെച്ച് മുറത്തിൽ വെച്ച് പോന്നു. അങ്ങനെ ആകുമ്പോൾ ചെയ്യാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആദ്യം ആ കരിന്തോട് തൊലി അങ്ങ് ചെത്തി കളഞ്ഞു. പിന്നെ ചക്കയെല്ലാം റെഡിയാക്കി പിന്നെ ഓരോന്ന് അടത്തിയെടുത്ത് അല്ലാതെ അരിഞ്ഞില്ല കേട്ടോ, നീളത്തിനങ്ങ് കീറിയിട്ടതേ ഉള്ളൂ. അത് കുക്കറിനകത്ത് വേവിക്കുന്ന അരപ്പ് എന്തൊക്കെയാണ് അത് ചേർത്തേക്കുന്നതെന്ന് പറഞ്ഞ് തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും കൂട്ടി അരച്ചതാണ്. അത് പിന്നെ അതിൻ്റെ മുകളിൽ വെച്ച് അതിന് 2 ജാറ് വെള്ളം ഒഴിച്ച് നല്ല വേവ്. 5 ലിറ്ററിൻ്റെ കുക്കറല്ലേ ഇത്? 5 ലിറ്ററിൻ്റെ കുക്കർ. അതിനകത്തേക്ക് ആ ജാറിന് 2 ജാറ് വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പ് ഇട്ട് വെതറി കരിവേപ്പില വെക്കുന്നുണ്ട്. കരിവേപ്പില കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഫിസിലിൽ വന്ന് പിടിക്കുന്നതായത് കൊണ്ട് ഒരു ചെറിയ ഇതിങ്ങനെ താഴ്ത്തി വെച്ച്. അപ്പോൾ പിന്നെ പൊന്തി മണം കിട്ടും. മണം കിട്ടും. അത് വേകുകയും ചെയ്യും. മണം ഉണ്ടാവും, ഗുണവും കിട്ടും. പക്ഷെ പൊങ്ങി വന്ന് നമ്മുടെ കുക്കർ ബ്ലോക്കാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ താഴ്ത്തി വെക്കുന്നത്. ചക്കയങ്ങോൻ്റെ വരും, അതുകൊണ്ട് പിന്നെ നിറച്ചുണ്ടായാലും കുഴപ്പമില്ല. ഫിറ്റ് ചെയ്തു. നല്ലോണം നല്ല മെഴുക് പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. വേവ് കുറവായിരുന്നെങ്കിലും നല്ല രീതിക്ക് വിളവ് ഇല്ലെങ്കിൽ വിളഞ്ഞില്ലായിരുന്നെങ്കിലും നല്ല മെഴുക് പോലെ കേട്ടോ.
അച്ചാറും കൂട്ടി ഒരു പിടുത്തം അച്ചാറും മാങ്ങ അച്ചാറും കൂട്ടി ഒരു പിടുത്തം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു മാങ്ങ അച്ചാറും കൂട്ടി നല്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഓക്കെ.